ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വമസായിഹു യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു നാട്ടിൽ അതാ രണ്ടാമത്തെ മനുഷ്യനാരാ? ഈ മനുഷ്യന്മാരില്ലാതെ വന്നാൽ ആ നാട്ടിൽ ദുരന്തമുണ്ടാകുമെന്നാണ്. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? പ്രായമുള്ളവരാണ്. ഇങ്ങനെയുള്ള പ്രായമുള്ളവര് തെറ്റ് കണ്ടാൽ തിരുത്താത്ത, നന്മ പറഞ്ഞു കൊടുക്കാത്ത പ്രായമുള്ള ആൾക്കാർ ഒരു നാട്ടിലില്ലാതെ വന്നാ അവിടെ ദുരന്തമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, പ്രായമുള്ള ഒരുപാട് പേരെന്ന് എല്ലാ നാടുകളിലുമുണ്ട്. അവർക്ക് അർഹതയില്ല, തിരുത്തി കൊടുക്കാറില്ല, നന്മ ഉപദേശിക്കാറില്ല. തന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര വലിയ അനാചാരങ്ങൾ നടന്നാലും, എത്ര വലിയ വൃത്തികേടുകൾ നടന്നാലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനെന്ന് പ്രായമുള്ളവരില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്. പറയണം, തിരുത്തി കൊടുക്കണം. അത് സാഹചര്യത്തിലാകട്ടെ, എത്ര വലിയ സാഹചര്യത്തിലാകട്ടെ. സയ്യിദുനാ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്ന് പറയുന്ന മജൂസിയുണ്ടല്ലോ, സംഘടത്തിയ കടാര കുത്തിയിറക്കിയിട്ടു കുടൽമാല താഴെ വീണു. വായിലൂടെ ഒഴിക്കുന്ന വെള്ളം തന്റെ കുടലതാ വയറ് കീറിയിട്ട് വെളിയിലേക്ക് പോകുകയാണ്. ആനായി ഉമർ തങ്ങളെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ എല്ലാവരും അവിടെ വന്ന് സമാധാനിപ്പിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ാഹുവിന്റെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നു, ഖലീഫ, എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ ആരായിരുന്നു ഉമറ്? അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയ മനുഷ്യനാണ്, നബിയുടെ തലയെടുക്കാൻ പോയ മനുഷ്യനാണ്. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയല്ലോ. നബിയെ കാണാ, നബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യാ, ആ മുത്തുനബിയുടെ പുറകെ നിസ്കരിക്കാ, ആ മുത്തുനബി ഇഷ്ടപ്പെടുന്ന മനുഷ്യനാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഉമറ്? നിങ്ങൾക്ക് ഖലീഫയാകാൻ കഴിഞ്ഞില്ലേ ഉമറ്? നിങ്ങൾ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത മനുഷ്യനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഉമറ്. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് കടന്ന് മല്ലടിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കുളിർമഴ പെയ്യുന്നത് പോലെ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാ. നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലിയാണ് നമസ്കാരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ വിപത്ത് സംഭവിച്ചത്. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ചെറുപ്പക്കാരൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് നടന്നു പോവുകയാണ്. അവിടെ നിന്ന് തിരിച്ച് നടന്നു പോകുമ്പോ ഒരു കാഴ്ച കാണുകയാ. തന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു തെറ്റ് കണ്ടു. ചെറുപ്പക്കാരൻ വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നടന്നു പോകുമ്പോ നിങ്ങളുണ്ടല്ലോ വയറിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. ഒരു കൈ ഇങ്ങനെ താഴ്ത്തി പിടിച്ചു. എന്നിട്ട് വിളിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ വസ്ത്രമുണ്ടല്ലോ ശരിയാണിക്ക് താഴെ കിടക്കുകയാണ്. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ ശരിയാണിക്ക് താഴേക്ക് താഴ്ന്നു കിടക്കുകയാ.
അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല മോനെ. വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരിയുടെ അടയാളമാണ്. അഹങ്കാരിയുടെ അടയാളമാണ്. ഒരു കടുകുമണിയുടെ അളവ് അഹങ്കാരമുള്ളവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാ. നിന്റെ വസ്ത്രം ഒന്ന് മുകളിലേക്ക് ഉയർത്തി വെക്കടാ. ഇതെപ്പോഴാ പറഞ്ഞതെന്നറിയുമോ? ോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വാപ്പാ നീ എന്തേ ഉപദേശിക്കാത്തത്, തെറ്റിതിരുത്താത്തത്? നീ നിന്റെ വീട്ടിലെ കാരണവനാണല്ലോ. നിങ്ങളുടെ കുടുംബക്കാരെ മുഴുവനും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യരാ. നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. നിന്റെ കൊച്ചുമക്കളുടെ വിവാദം കടന്നു വരുമ്പോ എല്ലാ പേക്കൂത്തുകളാണ് വാപ്പാ. ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാ, സമുദായത്തിന് നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങളാ. ഗാനമേള നടത്തുന്നവരുണ്ട്, പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, റാലി നടത്തുന്നവരുണ്ട്. മോശമായ രീതിയിൽ സമുദായത്തിന് പേരുദോഷം കൽപ്പിക്കുന്ന രീതിയിൽ എന്റെ കുടുംബത്തിന്റെ അകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. അത് പ്രതികരിക്കാൻ കഴിയാത്തത്, പാപമാണെന്ന് പറയാൻ കഴിയാത്തത്, തിരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് വാപ്പാ? അല്ലാഹു നിന്നോട് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണല്ലോ. മക്കളുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, കുടുംബത്തിലെ പല ചെറുപ്പക്കാരുമുണ്ടല്ലോ. അവർക്ക് തെറ്റിതിരുത്തി കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. നീ തിരുത്താറില്ല. വിചാരിക്കുന്നത് അവരും അല്ലാഹുവും തമ്മിൽ തീർക്കട്ടെ. നിങ്ങൾ അങ്ങനെ കരുതാൻ പാടില്ല. ഈ നാട്ടിലെ പ്രായമുള്ള ഉമ്മമാരോട് പറയുകയാണ്, തെറ്റ് കണ്ടാ തിരുത്തണേ ഉമ്മ. അവർക്ക് നീ നന്മ പറഞ്ഞു കൊടുക്കൂ, നന്മ പറഞ്ഞു കൊടുക്കൂ. ഉസ്താദേ, ഞങ്ങൾ പറഞ്ഞാൽ അവരനുസരിക്കില്ലല്ലോ, കളിയാക്കുമല്ലോ. നീ പേടിക്കുന്നത് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. കളിയാക്കട്ടെ, പരിഹസിക്കട്ടെ, നാണം കെടുത്തട്ടെ, ഒരിക്കലും പതറാ പാടില്ല. കണ്ണിന്റെ മുന്നിൽ ഒരു തെറ്റ് കണ്ടാ കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? കുടുംബത്തില് കണ്ണിന്റെ മുന്നില് ഒരു തെറ്റ് നടക്കുന്ന സമയത്ത് ആ തെറ്റ് തിരുത്തി കൊടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? പ്രായമുള്ള ആൾക്കാര് നാട്ടിലെ ചെറുപ്പക്കാർക്ക് പേടിയ കാരണം എന്തെങ്കിലും തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നില്ല. കണ്ണിന്റെ മുന്നിൽ തന്റെ കുടുംബത്തിൽ തന്നെ എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുമ്പോ തിരുത്തണം. എത്ര വാപ്പമാരാവുള്ള, എത്ര പേരെ തിരുത്തി കൊടുക്കണം? ആർക്ക് സമയമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുത്തി കൊടുക്കണം. ആ ജോലി അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. അത് അല്ലാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. നാട്ടിലെ പ്രായമുള്ള വാപ്പയും ഉമ്മയും തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങളുടെ ജോലിയാ, പള്ളിയിലെ ഖത്തീബിന്റെ മാത്രം ജോലിയല്ല. ഇത് നിന്റെ ജോലിയാ. കണ്ടാ തിരുത്തണം, അവന് നന്മ പറഞ്ഞു കൊടുക്കണം. മുടി വളർത്തിയിട്ട് നടക്കുന്നവനെ വിളിച്ചിട്ട് പറയണണ്ടാ, മോനെ നല്ലതുപോലെ നടക്കടാ, ഇത് പാപമാടാ, ഇത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാടാ, മലക്കുകളുടെ ശാപം കിട്ടുന്ന കാര്യമാടാ, ഇത് പറഞ്ഞു കൊടുക്കാൻ വാപ്പാ നിനക്ക് അർഹതയുണ്ട്, നീ പറഞ്ഞു കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ പലരും പറയത്തില്ല, ഓ അബൂബക്കറിന്റെ മോൻ അങ്ങനെ നടന്ന എനിക്കിവിടെ എന്താ? നമ്മൾ സ്വന്തം കാര്യം ശ്രദ്ധാവ് അങ്ങനെയല്ല, തിരുത്തി കൊടുക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കണം, ഉസ്താദ് ഇത് പറഞ്ഞ അവരനുസരിക്കത്തില്ല, അവർ നമ്മളെ കളിയാക്കട്ടെ, പാപ്പ നിനക്കെന്താ വേണ്ടത്? നീ നിന്റെ ജോലി നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്ത് തിരുത്തണമെന്ന് പറഞ്ഞ തിരുത്തണം. തിരുത്തി കൊടുത്ത അല്ലാഹു തന്ന പ്രതിഫലം കേൾക്കും. ഇത് കേട്ടിട്ട് തീരുമാനിക്കൂ വേണോ വേണ്ടയോ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തന്റെ കണ്ണിന്റെ മുന്നിൽ തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ തിരുത്തി കൊടുക്കണം. അങ്ങനെ തിരുത്തി കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, കണ്ണിന്റെ മുന്നിൽ പാപങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ, ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ തിരുത്തി കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ?
അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് രണ്ടാമതും സൂറത്ത് കാഹളത്തിൽ ഓതുമ്പോൾ അകത്ത് നിന്ന് എഴുന്നേറ്റ് എല്ലാവരും പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. കബർ പൊളിച്ചിട്ട് കബറിന്റെ അകത്ത് കിടക്കുന്നവർ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് പണിയുടെയും കഴുതയുടെയും പിൻകാരങ്ങളിൽ കൊണ്ടുകുത്തി വെച്ച് കിടന്ന് കിടന്ന കുഷ്ഠരോഗിയെ പോലെ വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ സഹായിക്കാറില്ലാത്ത കോടതിയോടല്ലോ. അമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പറപ്പോ കൂട്ടുകാരോ കുടുംബക്കാരോ ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ആകവേ ഉടുതുണിയില്ല, ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ല, വസ്ത്രം ധരിക്കാതെ ചെരുപ്പ് ധരിക്കാതെ ചെമ്പിന്റെ തറയിൽ മുകളിൽ സൂര്യൻ നിൽക്കുകയാണ്. പരലോകത്തെ റബ്ബിന്റെ മുന്നിൽ വിയർപ്പിന്റെ അകത്ത് നിന്ന് അല്ലാഹുവേ വിളിക്കുന്ന സമയമുണ്ടല്ലോ. യാ വൈലതാ യാ ഹസ്രതാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് എല്ലാവരും സ്വന്തം കാര്യം നോക്കിയിട്ട് ലോകത്ത് കിടന്ന് നെട്ടോട്ടമോടുമ്പോ കണ്ണിന്റെ മുന്നിൽ തെറ്റ് കണ്ടപ്പോൾ തിരുത്തി കൊടുത്ത ഈ നാട്ടിലെ പ്രായമുള്ള ഉപ്പമാര്, നാട്ടിലെ പ്രായം ചെന്ന ഉമ്മമാര്, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? തെറ്റ് കണ്ടാ തിരുത്തി കൊടുത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാ. അല്ലാഹുവേ തെറ്റ് കണ്ടപ്പോൾ തിരുത്തി കൊടുത്ത മനുഷ്യ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. ഉമ്മമാരെ അടുത്തേക്ക് അല്ലാഹു വിളിക്കുകയാ. അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹു പറയുകയാ, വയദഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, കണ്ണിന്റെ മുന്നിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ തിരുത്തി കൊടുത്ത മുസ്ലിമേ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുകയും ചെയ്ത നിങ്ങൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അല്ലാഹു പറയുകയാ, വയദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. നിങ്ങൾക്ക് വിചാരണയില്ല, ഇവിടെയും ചോദ്യം ചെയ്യലില്ല. കാണുന്ന സ്വർഗമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പൊക്കോ എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങളെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നാളെ അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോ ചില പ്രായമുള്ള വാപ്പാനെ ഉമ്മാനെ വിളിച്ചിട്ട് പറയും, പൊക്കോ സ്വർഗത്തിൽ, പൊക്കോ ഒരു രക്ഷയില്ല, ചോദ്യമില്ല, വിചാരണയില്ല. എന്തിന്റെ പേര്? ഈ നാട്ടിലെ ചെറുപ്പക്കാര് തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ, നിന്റെ ഭാര്യ മക്കളും നിന്റെ കുടുംബക്കാരും തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തതിന് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തെറ്റ് കണ്ട തിരുത്തേണ്ട ജോലി ഈ നാട്ടിലെ പ്രായമുള്ളവരുടെ ബാധ്യതയാണ്. അങ്ങനെയുള്ള വാപ്പമാരില്ലാതെ വന്ന ഭൂകമ്പം മാത്രമല്ല വേറെ എന്തുമുണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള വാപ്പമാരില്ല, ഇല്ലേ? അങ്ങനെയുള്ള വാപ്പമാരിന്ന് ഇല്ലാതെ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള വാപ്പമാരിന്ന് പ്രായമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ ഉപദേശിക്കാനുള്ള അർഹത ഇല്ലാതെ പോയിരിക്കുന്നു.
ഒരുപാട് പ്രായമുള്ളവരുണ്ട്. പക്ഷെ ആ പ്രായമുള്ളവർക്ക് തെറ്റ് തിരുത്തി കൊടുക്കാനുള്ള അർഹതയില്ലാതെ പോയി. അത് നിന്റെ കയ്യിലിരിപ്പാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഭൂമിയിൽ ദുരന്തമുണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുകയും നന്മ ഉപദേശിച്ചു കൊടുക്കണം. മോനെ, ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല, ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല, നന്മകൾ പറഞ്ഞു കൊടുക്കുക, നന്മകൾ ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ളവരില്ലാതെ വന്നാൽ വിപത്തുകൾ ഉണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം. സമയം 11 മണി കഴിഞ്ഞു. നിർത്താറായോ? പറ, നിർത്താറായോ? ബോറടിച്ചു തുടങ്ങി. പറ. എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാമില്ലെങ്കിൽ എന്ത് വേണം പറയണമെന്നുള്ളവരൊക്കെ അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ആ പൊക്കിയ കൈ ഒന്ന് പോക്കറ്റിലിട്ടെ. ആ ഉയർത്തിയ കൈയുടെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു നല്ല സദഖ നല്ല കാര്യത്തിന് ബക്കറ്റ് ഇട്. എല്ലാവരും ആ ഉയർത്തിയ കൈയുടെ പോക്കറ്റിൽ കൈയിട്. എന്നിട്ടൊരു പൈസ എടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം. എന്ത്? അല്ലാഹുവേ സദഖയുടെ പ്രതിഫലം അസ്സദഖത്തുൽ ബലാ. സദഖയുടെ പ്രതിഫലം വിപത്തുകളെ തട്ടി മാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വിപത്തുകളെ തട്ടി മാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന്. അല്ലാഹുവേ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല. 2 കിഡ്നിയും തകർന്നു പോയി. ആ സമയത്ത് വീട് പള്ളിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇപ്പം ചെയ്യേണ്ടത്. നിന്റെ ക്യാൻസർ മാറ്റാൻ സദഖയ്ക്ക് കഴിയും. നിന്റെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സദഖയ്ക്ക് കഴിയും. നിനക്ക് എന്തെങ്കിലും അപകടങ്ങളോ ദുരന്തങ്ങളോ അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സദഖ അത് തട്ടിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നേട്ടമാർക്കാം നമുക്കാണ്. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ എടുത്ത് അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ എനിക്കോ എന്റെ ഭാര്യ മക്കൾക്കോ വരരുത്. നല്ല നിയ്യത്തോടെ എല്ലാവരും ഒരു സദഖ എടുത്ത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് കൈയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് എടുത്ത് അൽഹംദുലില്ലാഹ്. മൈക്ക് സെറ്റ് ആരാ? മോനെ സ്റ്റാൻഡ് ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. ഞാൻ ഇരുന്ന് വഅദ് പറയട്ടെ. നിങ്ങളൊക്കെ ഇരിക്കല്ലേ? ഞാൻ ഇരുന്നോട്ടെ? അതോ വേണ്ടേ? ഇരിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഫ്ലൈറ്റ് പോകുന്നില്ല, കുഴപ്പമില്ല. തലയിൽ വീഴാതെ അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ വിഭാഗം അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ പറഞ്ഞ സ്വലാത്ത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ആരെല്ലാം സദഖ കൊടുത്തോ അവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ കുടുംബത്തിൽ മരിക്കുന്ന കാലം വരെ നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ, പട്ടിണി കൊടുക്കല്ലേ അല്ലാ. ആരുടെ വീട് പട്ടിണിയായാലും അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഈ സദഖ കൊടുക്കുന്നവരുടെ പാവങ്ങളുടെ വീടിന്റെ അകത്ത് നീ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ വിഭാഗം എല്ലാവരും വലിയ പ്രതിസന്ധിയില്ല, സാമ്പത്തികമായിട്ടൊക്കെ വലിയ തകർന്ന് തരിപ്പണമായി. ഉസ്താദേ, എന്ത് ചെയ്യണം എന്ന് അറിയില്ല. എല്ലാവരും വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ പറയുന്നുണ്ട്.
എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ ആരുടെ വീട്ടിലാ അപ്പൊ ബുദ്ധിമുട്ടുള്ള? ആരുടെ വീട്ടിലാ ബുദ്ധിമുട്ടുള്ള? നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യക്കും മക്കൾക്കും കഴിക്കാൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞ കാര്യമുണ്ടോ? നിന്റെ വീട്ടിൽ ഭക്ഷണമില്ലാത്തത് കേന്ദ്ര സർക്കാർ ഉള്ളതുകൊണ്ടാ? GST വന്നതുകൊണ്ടാ? പറചങ്ങാതിമാർ അതുകൊണ്ടാ? അല്ല, നിന്റെ കയ്യിലിരിപ്പുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണമില്ലെങ്കിൽ അതിന്റെ കാരണം മോഡി സാറല്ല, നീ തന്നെ. അത് നിന്റെ കയ്യിലിരിപ്പാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന കാലം വരെ ഒരു നന്മ പറഞ്ഞുതരാം. മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് റിസ്ക് ഉണ്ടാകും. മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടാകില്ല. അംബാനിയുടെ വീട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ പണക്കാരനാണല്ലോ അംബാനി. ഇനി അവൻ എത്തീംഖാനയിലായെന്ന് സങ്കല്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഓൻ എത്തീംഖാനയിലാകാൻ നിങ്ങൾ ചിന്തിക്കുക. അത്രയും വലിയ സമ്പന്നനായ അവൻ പോലും തകർന്ന് തരിപ്പണമായിട്ട് അവന്റെ വീടിന്റെ അകത്ത് പോലും കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള വീടാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. അൽഹംദുലില്ലാ. ഒരു കാര്യം ചെയ്താൽ മതി കേട്ടാ. ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടാകും. ഒരാളുടെ വീട്ടിലും പോണ്ട, ഒന്നിനും പോകണ്ട. നിങ്ങളുടെ വീടിന്റെ അകത്ത് അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യുമോ? ചെയ്യാവോ? വേണമെങ്കിൽ ചെയ്യും. എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ. ഇല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പിരിവെടുക്കേണ്ടി വരും. സംഘടനകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ടി വരും. റമദാൻ മാസം ആകുമ്പോ ഓരോ വീടും കയറി ഇറങ്ങി പിരിവെടുക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെയ്യുവോ? ഉറക്കെ ഇൻഷാ അല്ലാഹ് പറ. ഉറക്കെ അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവൻ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ്. കഴിഞ്ഞില്ലേ? ബക്കറ്റ് പിരിവ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ എല്ലാവരും എഴുന്നേറ്റ്. അൽഹംദുലില്ലാഹ്. സുഖമില്ലേ? അടുത്തിരിക്കുന്ന ആളോട് സലാം പറഞ്ഞു. വെറുതെ അല്ല, കൈ പിടിച്ചിട്ട് പറ. പറഞ്ഞോ. അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ പിടിച്ചിട്ട് പരിചയപ്പെട്ടോ. പ്രയോജനം ചെയ്യുന്ന നാളെ നിനക്ക് പ്രയോജനമുണ്ടാകും. മഹാനായ നബിയനാ റസൂലുള്ളാഹി കൈ പിടിച്ചിട്ട് സലാം പറഞ്ഞാലുള്ള പ്രയോജനം നാളെ നിന്റെ അടുത്തിരിക്കുന്നവൻ സ്വർഗത്തിലും നീ നരകത്തിലും. അപ്പൊ ഈ കൈ പിടിച്ച് ഈ ചങ്ങാതിയോട് അള്ളാഹു ചോദിക്കും, നീ എന്താ സ്വർഗത്തിൽ കടന്നിട്ടും വലിയ സന്തോഷമില്ലാത്തത്? എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, വയലിന്റെ സദസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാ. പടച്ചറപ്പേ, ഓ നരകത്തിൽ കിടക്കാറില്ല, പിന്നെ എങ്ങനെ എനിക്ക് സന്തോഷം? ആണോ? പോയി വിളിച്ചോണ്ട് വാടാ. പോയി വിളിച്ചോണ്ട് വാടാ. ചിലപ്പോ ഈ കൈ പിടിച്ചത് നാളെ അവിടെ ഉപകാരപ്പെടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള കൂട്ടുകാരെ പിടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അവരവരിയ്ക്കുന്ന കസേരയുടെ മുകളിൽ ഒന്ന് കൈവച്ച്. ഇവിടെ കസേര ഉണ്ടോ? ഉണ്ട്. എടുത്ത് മുന്നോട്ട് വന്ന് എല്ലാരും ആ കസേര എടുത്ത് ഫ്രണ്ടിലോട്ട് വാ. ഞാൻ നിർത്താം. ഇറങ്ങും. അരസിന്റെ മുകളിൽ ഇരിക്കുന്നവരൊക്കെ താഴെ ഇറങ്ങും. കേറിക്കോ. ഞാൻ നിർത്താം. മോനെ ചങ്ങായിടാ. വയറ് കിടക്കുന്നു. പൈസലേ ആ വയറിൽ അങ്ങ് പിടിച്ചേക്ക്. വാ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്താപ്പാ അല്ലേ? അൽഹംദുലില്ലാഹ്. ഇത്രയും പേരുണ്ടായിരുന്നു, ഇത്രയും ആളുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അങ്ങോട്ട് അടുത്തിരിക്കുമ്പോഴേ ഖബറിന്റെ ഓർമ്മ വരത്തുള്ളൂ. അടുത്തടുത്തിരുന്നാൽ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കും. അള്ളാഹു നമ്മുടെ ഹൃദയം അടുപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ടായി പഴയ ആൾക്കാർ പറയുന്നത് വീട്ടിൽ വലിയ അടുക്കള വെക്കാൻ പാടില്ല. വീട്ടിൽ എന്ത് വെക്കാൻ പാടില്ല? വലിയ അടുക്കള. ഇന്നത്തെ അടുക്കളയുടെ നീളം കണ്ടിട്ടുണ്ടോ?
ഇന്ന് അടുക്കള പെണ്ണുങ്ങൾ ഒരെണ്ണം പോരാ. ആദ്യം ഒരെണ്ണം, പിന്നെ ഒരെണ്ണം, പിന്നെ പുറത്തൊരെണ്ണം, 3 അടുക്കള. എന്നാ പഴയ വീട്ടിൽ 5ഉം 6ഉം 10ഉം മക്കളുണ്ട്. ഒരു ചെറിയ അടുക്കള. അതിനകത്ത് കിടന്ന് ഏട്ടന്റെ ഭാര്യ, അനിയന്റെ ഭാര്യ എല്ലാം കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഉരുമ്മി അല്ലാഹുവേ ആ അടുക്കളക്കകത്ത് കിടന്ന് ഭക്ഷണം വെച്ചു. ആർക്കും അസൂയയില്ല, ആർക്കും പ്രശ്നങ്ങളില്ല. എന്തൊരു സന്തോഷമായിരുന്നു നമ്മുടെ വീടൊക്കെ. എന്തുകൊണ്ട് എല്ലാം ഇങ്ങനെ തട്ടി നടക്കും. ജ്യേഷ്ഠന്റെയും അനുജന്റെയും കൂടുതൽ ഭാര്യമാരെ അങ്ങോട്ട് പെണ്ണുങ്ങൾ 5 ഉണ്ടെങ്കിലും അള്ളാഹു എല്ലാം തട്ടിയും മുട്ടിയും ഉള്ളതിങ്ങനെ വെച്ച് നടക്കുമെന്തേ അടുത്തടുത്ത് കിടന്നപ്പോ ബന്ധമുണ്ടായി. ഇന്ന് അടുക്കള കൂടിപ്പോയി. അതുകൊണ്ട് തന്നെയാ പെണ്ണും പിള്ളയും കെട്ടിയവൻ തമ്മിൽ പോലെ അകന്നു പോയത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ അടുപ്പിക്കുമാറാകട്ടെ. അപ്പം മരിക്കുന്ന കാലം വരെ പിരിവെടുക്കാതെ ജീവിക്കാം. നിന്റെ വീടിന്റെ വീട് ഒരിക്കലും പട്ടിണി ഉണ്ടാകില്ല. ഒരു കാര്യം ചെയ്യണം. ചെയ്യുവോ ഉറക്കപ്പറ ചെയ്യുവോ? നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്ക്. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നോ വീടിന്റെ പ്രമാണം പള്ളിക്ക് കൊടുക്കണമെന്നല്ല. 5 നയാ പൈസ വേണ്ട. 5 നയാ പൈസ വേണ്ട. ഒറ്റ കാര്യം അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തേ കാര്യം? വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖ. അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടാകാതിരിക്കാൻ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. എന്ത് ചെയ്യണം? 5 നേരം നിസ്കരിച്ചാൽ മതിയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? 5 നേരം നീ മാത്രം നിസ്കരിച്ചാൽ നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിങ്ങൾ കുടുംബസമേതം 5 നേരം നിസ്കരിച്ച മരിക്കണ കാലം വരെ പടച്ച മടരും നിനക്ക് ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ മനസ്സിലായോ എന്താണ് നിന്റെ ജീവിതത്തിലെ പ്രശ്നമെന്ന്? നീ പള്ളി പോകാത്ത എന്ത്? നിന്റെ പള്ളിയുടെ ഫ്രണ്ടിലല്ലേ നിന്റെ കടയിരിക്കുന്നത്? നീ എന്തേ പോകാത്തത്? ഉസ്താദേ, നിസ്കരിക്കാൻ കയറുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാൽ എന്റെ ജോലി പോകും, അതുകൊണ്ട് എനിക്ക് സമയമില്ല. ഇപ്പൊ എന്താ ജോലി? ഈച്ച അടിച്ചോണ്ടിരിക്കുക കടയിലെ. നീ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് പോകാനത് ആ പോകുന്ന സമയത്ത് ആള് വന്ന കച്ചവടം പോയി, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചില്ല. ഇപ്പൊ നിന്റെ അവസ്ഥ എന്താ? വെറുതെ ഈച്ച അടിച്ചോണ്ടിരിക്കുക. അല്ലാഹ് ആരെന്നറിയുമോ? ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. തരാനോ അറിയാം, തിരിച്ചു പിടിക്കാനോ അല്ലാഹ്ക്കറിയാം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിന്റെ വീട്ടിൽ മരിക്കുന്ന കാലം വരെ പട്ടിണി ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകൂടെ പറയാൻ ചെയ്യണം. ഉണ്ടോ? നിസ്കരിക്കാറുണ്ടോ? ഉദാഹരണം ചോദിക്കണം. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? എന്താ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കളെ തല്ലിയിട്ടുള്ള വാപ്പമാരൊക്കെ ഒന്ന് കൈവക്കി. ഒന്ന് പൊക്കിക്കാൻ കാണട്ടെ. എത്ര പേരുണ്ട്? 8 പേര്. അല്ലാഹു നിങ്ങൾക്ക് 8 പേർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ഈ കൈവക്കാത്ത എല്ലാവരുടെയും മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കണം. അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കണം. ഞാനും ചോറാ മനുഷ്യ അല്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് നിനക്ക് റിസ്ക് വേണം. നീ ആ പറയുന്നത് അവന് കേന്ദ്രം അവൻ കിടക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവനും. അല്ലാഹുവേ പടച്ചവനെ GST നോട്ട് നിരോധനമൊക്കെ വന്നത് കൊണ്ടാ എന്റെ വീട്. അല്ലടാ, നീയാ നിന്റെ കുടുംബത്തെ നശിപ്പിച്ച നിന്റെ കയ്യിലിരിപ്പ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നീ വാപ്പയാ, നീ വീടിന്റെ ഭരണാധികാരിയാ. നിന്നെ അല്ലാഹ് വെറുതെ വിടുവെന്ന് നീ കരുതരുത്. നീ ചെയ്യേണ്ടത് നിന്റെ ഭാര്യയോട് പറയണം, ഈ വീടിന്റെ അകത്ത് കഴിയണമെങ്കിൽ നിസ്കരിക്കണം. പറ്റത്തില്ല, അസ്സലാമു അലൈക്കും. മോനെ, നീ 20, 25, 30, 30 എത്ര വയസ്സാകട്ടെടാ, പാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ അകത്ത് കിടക്കണമെങ്കിൽ നിസ്കരിക്കണം. ഇല്ലെങ്കിൽ പൊക്കോ എവിടെ വേണമെങ്കിലും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ തീരുമാനം എടുക്കേണ്ട സമയമായി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് 5 നേരം നിസ്കരിച്ചാൽ മതി. എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി. 2 എല്ലാവർക്കും നല്ല മരണം വേണോ? ആഗ്രഹണ്ട? വെള്ളിയാഴ്ച മരിക്കണം. ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കി. വെള്ളിയാഴ്ച എന്താ മോഹമില്ലേ?
വേണമെങ്കിൽ അല്ല പറയാ ഞാൻ തരാം. എടാ വെള്ളിയാഴ്ച അല്ലടാ, നിനക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണമെങ്കിൽ ഞാൻ തരാം. എന്ത് ചെയ്താ മതി? നിസ്കരിച്ചാ മതി. അല്ല പറയുകയാണ്, നിസ്കരിക്കുന്ന മനുഷ്യന് ഞാൻ എന്ത് ചെയ്യും? നല്ല മരണം തരും. വേണ്ടവര് നിസ്കരിച്ചിട്ട് വാങ്ങിച്ചിട്ട് പൊക്കോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് തുടങ്ങല്ലേ നിസ്കാരം? വേണമെങ്കിൽ തുടങ്ങിക്കോ, എനിക്ക് നിർബന്ധമില്ല. നിനക്ക് വേണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണമെങ്കിൽ സ്കൂളിൽ പോകുന്ന മക്കളോട് ഒരു ഉമ്മ ഒരു പേപ്പർ മടക്കണം, നല്ല ഒരു പേപ്പർ. അല്ലെങ്കിൽ ചെറിയ ഒരു ബെഡ്ഷീറ്റ്, ചെറിയൊരു ഷീറ്റ് വാങ്ങിച്ചിട്ട് ചോറിനുമ്പോ കഴിക്കേണ്ട ഷീറ്റ് ഉണ്ടല്ലോ, അത് മടക്കി ഇങ്ങനെ മോന്റെ ബാഗിൽ വെക്കണം. എന്തിനാ ഉമ്മ? മോനെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വിടുന്ന സമയത്ത് ഒന്നുവെടുത്തിട്ട് സ്കൂളിന്റെ ഏതെങ്കിലും മൂലയിൽ ഇരുന്നിട്ട് നിസ്കരിക്കണം. മുന്നമോള് സ്കൂള് വിട്ട് വീട്ടിൽ വരുമ്പോ ആദ്യം ചോറുണ്ണാനല്ല പറയേണ്ടത്, പോയി ഒതുവെടുത്തിട്ട് വന്ന് ദുഹർ നിസ്കരിക്കാൻ പറയണം. അങ്ങനെ നിസ്കരിപ്പിച്ച മരിക്കണ കാലം വരെ തെണ്ടാതെ ജീവിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ദുരന്തമുണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വനിസാഉഹും മസ്തൂറാത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മൂന്നാമത്തെ കാരണം എന്തെന്നറിയുമോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിത ശൈലിയാ. ഇന്നത്തെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതമുണ്ടല്ലോ, നമ്മുടെ ഉമ്മമാരുടെയും നമ്മുടെ താത്താമാരുടെയും ജീവിതമുണ്ടല്ലോ, 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബികളുടെ പെൺമക്കളെ പോലും, ആ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗത്തിലെ പെണ്ണുങ്ങളെ പോലും പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള ജീവിത ശൈലിയാ. അല്ലാഹുവേ, നമ്മുടെ പെൺമക്കള്, നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങള്, അല്ലാഹുവേ പടച്ചവനെ നെഞ്ചുപൊട്ടി പോകുകയാണ്. ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതമുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ മരിക്കേണ്ടവരാണ്, ഖബറിൽ പോകേണ്ടവരാണ്, പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. ഇന്നത്തെ ചിന്ത ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ലല്ലോ. എന്തെല്ലാം പേക്കൂത്തുകളാണ്, എന്തെല്ലാം വൃത്തികേടുകളാണ്. പടച്ചവനെ ഈ സമുദായത്തിന് തന്നെ നാണക്കേട് വരുത്തുന്ന രീതിയിലാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരിന്ന് ആഘോഷിക്കുന്നത്. അവരെല്ലാം ഇന്ന് ആഘോഷത്തിന്റെ നടുവിലാണ്. എന്റെ പ്രിയമുള്ള സഹോദരാ, അധികം പെണ്ണുങ്ങളും ഇന്ന് ടിക്ടോക്കിന്റെ പുറകിലാ. അധികം പെങ്ങന്മാര് പടച്ചവനെ ഇന്ന് ടിക്ടോക്കിന്റെ പുറകിലാണ്. പടച്ചവനെ പച്ചത്തെറി വരെ വിളിക്കുന്നവരുണ്ട്. ഒരു നാണവുമില്ല, ഒരു മാനവുമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഒരു അപേക്ഷയേ ഉള്ളൂ, എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ. നിനക്ക് നിന്റെ രാജ്യം അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതിനെതിരെ വഴു പറഞ്ഞാൽ നിന്റെ കൂടെ നിൽക്കാനും 100 കണക്കിന് പേരുണ്ട്. പക്ഷേ പെങ്ങളെ, ഒരു ഉപകാരം മാത്രം നീ ചെയ്യണം. നീ എന്ത് പേകൂത്ത് കാണിക്കുമ്പോഴും നീ ഇട്ടിരിക്കുന്ന ഫർദയൊന്നും ഉരിയിടണേ മോളെ. അത്രയെങ്കിലും നീ കരുണ കാണിക്ക്. കാരണം നീ ഇട്ടിരിക്കുന്ന ഫർദ അത് വെറും ഒരു കറുത്ത തുണിയല്ല. അതിന് പറയാൻ ഒരുപാട് ചരിത്രമുണ്ട്. നിന്റെ കണ്ണിന്റെ മുന്നിൽ കേവലം ഒരു കറുത്ത ഫർദ, ഒരു കറുത്ത തുണിയായിരിക്കും. പക്ഷേ പെങ്ങളെ, മഹ്ദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവരൊക്കെ ധരിച്ച വസ്ത്രമാണ് പൊന്നുമോളെ. നമ്മുടെ പെങ്ങന്മാരുണ്ടല്ലോ, നമ്മുടെ സഹോദരിമാരുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ, 20, 18, 15 വയസ്സുള്ള പെൺമക്കള് ഇന്ന് ടിക്ടോക്കിന്റെ അകത്ത് കിടന്ന് പോക്കുപതാ മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോ കൂട്ടു നിൽക്കുന്നത് ഉമ്മയാണ്. പ്രായമുള്ള 3-4 പെറ്റ മക്കളെ കെട്ടിച്ചു വിട്ട കിളവികൾ പോലും, അല്ലാഹുവേ പടച്ചവനെ, 30, 35 വയസ്സുള്ള ഉമ്മ, ഇനി എന്ന് നന്നാകാനാ ഉമ്മ? നിനക്കെന്നാണ് ഇനി പക്വത എത്തുന്നത്? 15 വയസ്സുകാരി ചെയ്താ പറയാം അവൾക്ക് അറിവില്ല, അവൾ ചെറിയ പെണ്ണാണ്, അവൾക്ക് പക്വത എത്തിയില്ലെന്ന്. പക്ഷേ 15 വയസ്സ് പ്രായമുള്ള മകളുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോ അല്ലാഹുവേ സഹിക്കുന്നില്ലല്ലോ
പടച്ചവനെ. എന്ത് ഭയാനകമായ ഒരവസ്ഥയാണ്, എന്തെല്ലാം മോശത്തരങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ പെങ്ങന്മാരുടെ ഇന്നത്തെ ജീവിതത്തിന്റെ ശൈലികളുണ്ടല്ലോ, സങ്കടം തോന്നുന്നു പടച്ചവനെ. എവിടെ നോക്കിയാലും പടച്ചവനെ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, ബസ്സുകളിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളുണ്ടല്ലോ, തന്റെ കണ്ണിന്റെ മുന്നിൽ വാപ്പയുടെ പ്രായമുള്ളവരുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരുണ്ട്, പടച്ചവനെ അതാ സഹോദരങ്ങളുടെ പ്രായമുള്ളവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, ഉസ്താദന്മാരുണ്ട്. ആരിരുന്നാലും നമ്മുടെ സമുദായത്തിലെ പെൺമക്കൾക്ക് ഒരു പേടിയുമില്ല. അല്ലാഹുവേ പടച്ചവനെ, കാമുകന്റെ തോളിൽ ചാരിയിരുന്ന് സെൽഫി എടുക്കുന്ന കാലവാ. അല്ലാഹുവേ, ഉസ്താദന്മാരുണ്ടെങ്കിൽ ഒരു ചുവട് കൂടെ അല്ലാഹുവേ അധികമായിട്ട് കാണിക്കുന്ന പെണ്ണുങ്ങളുടെ കാലം. പടച്ചവനെ, അല്ലാഹ് കടപ്പുറത്ത് പോയാൽ, ബീച്ചുകളിൽ പോയാൽ, ഏതെങ്കിലും പാർക്കുകളിൽ പോയാൽ ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ പൊട്ടുന്ന കാഴ്ചകളാണ് കാണുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ പെണ്ണേ. മരിക്കണ്ടവളാണെന്നുള്ള ഓർമ്മ നിനക്കില്ലാതെ പോയല്ലോ. മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ ഇന്നത്തെ പെൺമക്കൾക്കില്ലാതെ പോയി. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല, മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല, ഖബറിനെ കുറിച്ചുള്ള ചിന്തയല്ല. ഒരുപാട് പേരുടെ മയ്യത്ത് കണ്ടവളല്ലേ നിനക്ക് നന്നാകാൻ തോന്നാത്തത്? ഒരു മടിയുമില്ല, ശരീരത്തിന്റെ ഭാഗങ്ങളെ തുറന്നിട്ടുകൊണ്ട് ഇന്നത്തെ പെങ്ങന്മാര് പല വൃത്തികേടുകളും കാണിക്കുമ്പോ, പൊന്നുമോളെ, നീ എപ്പോഴും സമയം കിട്ടുമ്പോ ദുആ ചെയ്യും, അല്ലാഹ് നീ എനിക്ക് സ്വർഗം തരണേ അല്ലാഹ്, എനിക്ക് നീ സ്വർഗം തരണേ അല്ലാഹ്. ആര് കിടക്കുന്ന സ്വർഗം, ആര് പോകുന്ന സ്വർഗം? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കിടക്കുന്ന സ്വർഗം. ആ ഫാത്തിമ ആരെന്നറിയുമോ? ആ ഫാത്തിമ ആരെന്നറിയുമോ? മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാര് തങ്ങളോട് പറയുകയാണ്, അലിയേ ഞാൻ പോകുകയാണ്, അലിയേ ഞാൻ പോകുകയാണ്, അലിയേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മരിച്ചാൽ എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ഫാത്തിമ, എന്റെ ഫാത്തിമ അവിടെന്ന് പറയുന്നു, അലിയേ എന്റെ മയ്യത്ത് പൊതിയുന്നത് ആണുങ്ങളാണ്, എന്റെ മയ്യത്ത് ചുമക്കുന്നത് ആണുങ്ങളാണ്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് ആണുങ്ങളാണ്. അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ മറ്റവരെ ഒരാളും ഇന്നുവരെ കണ്ടിട്ടില്ല. അലിയേ, എന്റെ മയ്യത്ത് പൊതിയുമ്പോ, എന്റെ മയ്യത്ത് ചുമക്കുമ്പോ, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കുമ്പോ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിരുന്ന എന്റെ ശരീരത്തിന്റെ പടവുകൾ, എന്റെ ശരീരത്തിന്റെ ഔരത്തുകള്, എന്റെ ശരീരത്തിന്റെ വടിവുകള് പുരുഷന്മാര് കാണുമല്ലോ. അലിയേ, അതുകൊണ്ട് എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുത്തുള്ള ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പെങ്ങള്. നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികൾ, നിങ്ങളുടെ വസ്ത്രധാരണകൾ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് ഇറങ്ങിയ ഫർദയും ധരിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങള്, മോളെ മരിക്കേണ്ടവളാണെന്ന് ഓർക്കും. ഈ ശരീരമുണ്ടല്ലോ പുഴുത്തു നാറാനുള്ളതാണ്, പുഴുക്കുമല്ലോ. കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കണ്ണും നിന്റെ മുഖവും നിന്റെ ചുണ്ടും നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും ഇത് മണ്ണിന് തിന്നാനുള്ള നാട്, പുഴുക്കൾക്ക് തിന്നാനുള്ള നാട്. എന്തിനാണ് നീ പടച്ചവനെ മറന്നു നടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, 3 വിഭാഗം പെണ്ണുങ്ങൾ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ
നബി പറയുകയാണ്, 3 വിഭാഗം പെണ്ണുങ്ങൾ അള്ളാഹുവിന്റെ ശാപം കിട്ടിയവരാ. അള്ളാന്റെ ശാപം കിട്ടിയവളാണ്. റബ്ബിന്റെ ശാപം കിട്ടിയ ഒരുത്തനെ അറിയാ ഇബ്ലീസ്. അവന്റെ ഗതി എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3 വിഭാഗം പെണ്ണുങ്ങൾ അള്ളാന്റെ ശാപം കിട്ടിയവരാ. നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ പറയുന്ന 3 വിഭാഗം പെണ്ണുങ്ങളിൽ നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ സഹോദരിമാര്, നിന്റെ പെൺമക്കൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം പെണ്ണുങ്ങൾ ശരീരത്തിൽ പച്ച കുത്തുന്ന പെണ്ണുങ്ങൾ. അത് ആണുങ്ങളുടെ ഒരു ഹോബിയായിരുന്നു പച്ച കുത്തുക. ആണായാലും പെണ്ണായാലും അള്ളാന്റെ ശാപം കിട്ടിയവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗങ്ങളിലൊക്കെ പച്ച കുത്തിയിട്ട് നടക്കാം. പച്ച കുത്തിയിട്ട് നടക്കുക. അവർ അള്ളാഹുവിന്റെ ശാപം കിട്ടിയവരാ. രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, വീട്ടിൽ പോയിട്ട് പെണ്ണും പിള്ളയുടെ പിരിയെത്തി നോക്ക്. നിന്റെ മകളുടെ പിരിയെത്തി നോക്ക്. നിന്റെ സ്വന്തം കൂടപ്പറപ്പായ സഹോദരിയുടെ പിരിയത്തിൽ നോക്ക്. അള്ളാഹുവേ, സൗന്ദര്യവർദ്ധനവിന് വേണ്ടി തന്റെ പിരിയത്തിലെ മുടി പിഴുതു കളയുന്ന പെണ്ണെ, നീ അള്ളാഹുവിന്റെ ശാപം കിട്ടിയവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് പോയി നോക്ക്. എന്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖത്ത് പോയി നോക്ക്. സഹോദര, എല്ലാം ഇപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാ മുടി ഗ്ലാമർ കൂടുന്നതിന് വേണ്ടി പിരിയൊക്കെ ഇങ്ങനെ വലിച്ച് ക്ലിയറാക്കി എല്ലാ മോഡലിലാക്കി വെച്ചിരിക്കുക. അള്ളാന്റെ ശാപം കിട്ടിയ ഇവള് നിന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാടാ നിനക്ക് ബർക്കത്തുണ്ടാവുക? എങ്ങനെ നീ രക്ഷപ്പെടുക? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ടവരെ, മുടിയിൽ പെയിന്റടിച്ച് നടക്കാം. ആണായാലും പെണ്ണായാലും അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ഇങ്ങനെ ചായ ഒക്കെ തേച്ച് ക്ലിയർ ആക്കി, പ്രായം മറയ്ക്കാൻ അരച്ച മുടി ഇങ്ങനെ മറയ്ക്കാൻ വേണ്ടി